ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ബഹ്റൈനിലുള്ള കേരളീയ സമാജത്തിൽ നമ്മുടെ സ്വന്തം ചിത്രാമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ്. അവിടെ ഓണത്തോടനുബന്ധിച്ച് ശ്രാവണം 2025 എന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്രാമ്മയോടൊപ്പം മധു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ആയിട്ടുള്ള കുറച്ച് ഗായകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കേശുവും കൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഞങ്ങൾ നേരത്തെ പ്രോഗ്രാം 7-7:30 തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5 മണിക്ക് വന്ന് അവിടെ ക്യൂ നിന്നു. കാരണം 6 മണി കഴിയാണ്ട് അവിടെ ആ സ്റ്റേഡിയത്തിൻ്റെ വാതിൽ തുറന്നു തരില്ല. അപ്പോൾ നേരത്തെ പോയി ക്യൂ നിന്നാലല്ലേ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ, എന്നാലല്ലേ ചിത്രാമ്മയെ അടുത്ത് കാണാൻ പറ്റുള്ളൂ എന്നോർത്ത് ഞങ്ങൾ നേരത്തെ പോയി നിന്നാണ്. അങ്ങനെ ഒരുപാട് തിക്കും തിരക്കിന് ശേഷം ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി. Chitra Chechi into the stage. ചിത്ര ചേച്ചി ഇല്ലാത്തൊരു ഓണം ബഹ്റൈൻ കേരളീയ സമാജത്തിലും ബഹ്റൈൻ മലയാളികൾക്കുമില്ല. വൺസ് അഗൈൻ താങ്ക് യു ചിത്ര ചേച്ചി ഫോർ ബീയിങ് വിത്ത് us. So we will hear from you and then we have a small felicitation for you. പ്രിയമുള്ളവരെ, ചിത്ര എന്ന് പറയുന്ന ഗായികയെ പരിചയപ്പെടുത്തുക എന്നത് സാഹസമാണ്. നമ്മുടെ 3.25 കോടിയോ 4 കോടി വരുന്ന മലയാളികളുടെ സ്വത്താണ്. അല്ല, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ ക്ലീശേ വാക്കാണെങ്കിൽ ഇത് ശരിക്കും സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ചിത്ര. അപ്പോൾ ചിത്ര നമുക്ക് ഈ മഹാബലി വർഷത്തിലൊരിക്കൽ മലയാളികളെ കാണാൻ വരുമെന്ന് പറഞ്ഞല്ല, ചിത്ര ബഹ്റിൻകാരെ കാണാൻ വർഷത്തിലൊരിക്കൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ട് എനിക്ക് ഒരു 10 വർഷമായിട്ടുണ്ട്. അല്ല, ഒരു 10 തവണയെങ്കിലും ആയിട്ടുണ്ട്. ഇന്ന് ലതാ മങ്കേഷ്കറെയാണ് നമ്മൾ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന്. ലതാ മങ്കേഷ്കർ ഇപ്പം ഇല്ല, ഇപ്പം നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ ചിത്രയാണ്. ഇന്ത്യയിലല്ലേ നിങ്ങൾ ഇന്ത്യയിൽ ചിത്രയോളം സീനിയറായ, ഇത്രയും ടാലൻറ്റഡായ, കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് ലോകത്തെമ്പാടുമുള്ള ആസ്വാദകരുടെ ഹൃദയമായി മാറിയ, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മറ്റൊരാളില്ല. എല്ലാവർക്കും നമസ്കാരം. ആദ്യം പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടൊരു ഫോറിൻ കൺട്രിയിൽ ആദ്യമായിട്ട് പോകുന്നത് ബഹ്റൈനിലാണ്. ദാസായിട്ടൊപ്പം 85 86 85 ചിത്ര ചേച്ചിക്ക് ഒരു പൊന്നാട എണീക്കുന്നതാണ്. That is a token of appreciation from Bahrain Kerala Samajam, once again praising us with your presence, dearest Chitra Chechi. Ladies and gentlemen, round of applause for the one and only K.S. Chitra. Thank you, Chechi. ഒരുപാട് സന്തോഷം. എല്ലാ വർഷവും ബഹ്റൈൻ മലയാളി അസോസിയേഷനിൽ വന്ന് പെർഫോം ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ വിചാരിക്കുന്നു, ഒരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കുന്നു. അതിന് രാധാകൃഷ്ണജിയോടും കൂടെ എല്ലാവരോടും, കമ്മിറ്റിയിലുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രാവശ്യവും വരുന്നതുകൊണ്ട് എന്തൊക്കെ പാട്ടുകൾ പാടണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാടിയതൊക്കെ ഒന്ന് കുറച്ച് ഒഴിവാക്കി അല്ലാത്ത കുറച്ച് പാട്ടുകൾ പാടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അടുത്ത പാടാൻ പോകുന്ന പാട്ട് ഞാൻ കഴിഞ്ഞ 2 വർഷം പാടിയിട്ടില്ല, അതിന് മുമ്പ് വന്നപ്പോൾ പാടിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ചമയം എന്ന ചിത്രത്തിലെ രാജഹംസം.
അങ്ങനെ ചിത്രാമ്മയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് ഇത്രയും ജനങ്ങളായിരുന്നു. നമ്മളെത്രയോ ഭാഗ്യവാന്മാർ, എത്ര നേരത്തെ പോയി നിന്നതുകൊണ്ട് ഉള്ളിലെല്ലാം കയറി സുഖമായിട്ട് ചിത്രാമ്മയെ കാണാൻ പറ്റി. ഇത്രയും ജനങ്ങൾ പുറത്ത് സ്ക്രീനിൽ പാട്ടൊക്കെ കണ്ട് നിൽക്കുന്നു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിത്രാമ്മയോടുള്ള സ്നേഹം ഇരട്ടിച്ചിരട്ടിച്ച് വന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബായ്.